സുജയുടെ കണ്ണു വെട്ടിച്ചാണ് കാലത്ത് വീട്ടിൽ നിന്നിറങ്ങിയത്. യൂണിയനിലില്ലാത്തതുകൊണ്ട് നിർത്തിയിടാൻ സ്റ്റാൻഡൊന്നുമില്ല. ഓട്ടവും കുറവ് തന്നെ. അന്ന് തീരെ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നു. പറയാൻ മറന്നു. എൻ്റെ പേര് പ്രകാശൻ എന്നാണ്. എൻ്റെ സുജയ്, കുടുംബശ്രീയുടെ അടവല്ലേ, അടയ്ക്കാം. സാധനം സ്വർണം തന്നെയാണ്. ആരുടേതെന്ന് ഓർത്തപ്പോൾ ശരിയാണ്, ഇതാ സ്ത്രീയുടേത് തന്നെയാണ്. ബാങ്കിന് മുന്നിൽ ഇറങ്ങിപ്പോയതിൽ പിന്നെ മറ്റാരും കയറിയിട്ടുമില്ല. ആരുടേതുമാകട്ടെ, ഇനി ഇത് എൻ്റേതാണ്. കുടുംബശ്രീയുടെ കുറിയുണ്ട്. അടക്കാനുള്ള തീയതിയാകുമ്പോൾ സുജ സൗകര്യം തരില്ല. കൃത്യനേരത്ത് വായ്പകളൊക്കെ അടച്ചാൽ എങ്ങനെ ഒരു സാധാരണക്കാരനാവുകയല്ലേ? സാധാരണക്കാരില്ലെങ്കിൽ സമ്പത്തിനൊക്കെ വല്ല വിലയുണ്ട്. എന്തായാലും കോളടിച്ചു. പക്ഷേ ചെറിയ ചമ്മലൊക്കെ തോന്നുന്നുണ്ട്. കള്ളത്തരം കാട്ടിയതുപോലെ ഒരു ലക്ഷണം. ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നു. മനുഷ്യർക്ക് ശ്രദ്ധയില്ലെന്ന്. സമ്പാദ്യമൊക്കെ ഓട്ടോയിലിട്ട് പോയാൽ എന്ത് ചെയ്യാനാണ്? എൻ്റെ ഭാഗ്യമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? അങ്ങനെ ന്യായീകരിക്കുമ്പോഴും എവിടെയോ ഒരു തകരാറ് പോലെ. വീണ് കിട്ടിയതെല്ലാം ആരെങ്കിലും തിരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ആളെ മനസ്സിലായ സ്ഥിതിക്ക് തിരിച്ചു കൊടുത്ത് മാതൃക കാട്ടണമെന്നൊക്കെയാണ് ഉള്ളു പറയുന്നത്. അങ്ങനെ എപ്പോഴും ഉള്ളിനെ അനുസരിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന് പണമെന്ന് വെച്ചാൽ എത്ര പ്രധാനമാണ്. ഞാനിതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഓട്ടം നിർത്തി ഞാൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. നിർത്ത്. മോനെ ചെമ്മട് വരെ പോണം. എന്താ മോനെ ചെമ്മട് വരെ പോണം. ഇല്ല ചേച്ചി, പോണില്ല, ഞാൻ വീട്ടിലേക്കാ. കാക്കിയുണ്ട് മീറ്റർ ഇട്, വണ്ടി ചെമ്മട് വിട്. ചേട്ടാ, ഇതൊക്കെ എവിടുന്ന് കയറി വരുന്നു? ശരി, അങ്ങനെ ഇപ്പൊ എന്നെ ആരും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. രൂപ 1000 2000 അല്ല കിട്ടാനുള്ള, 40,000 രൂപയാ. ഇവിടുന്ന് എടുത്ത് നിർത്ത്. അതാ വീട്.
വരാം. ആ ചേച്ചി, നാശം മനുഷ്യനെ കിടത്താനായിട്ട്. എന്തേലും ആവട്ടെ. എൻ്റെ ഭാഗ്യം തെളിഞ്ഞ് ഭാഗ്യം ഒരു നാളടിക്കും ഞാൻ, വെറുതെയിരിക്കും ഞാൻ, കള്ളു കുടിക്കും ഞാൻ, കിനാവ് കാണുമ്പോൾ കൂട്ടും ഞാൻ. എത്ര നാളെ ഞാൻ അതിന്റെ പേരിൽ നിന്റെ പിന്നാലെ നടക്കണു? ഇനി നിനക്കൊരു അവധി ഇല്ല. ഞാൻ ഇന്ന് എന്റെ പൈസ കൊണ്ടേ പോവൂ. ആദ്യം ഭർത്താവ്, ഇപ്പൊ ഭാര്യ. പറഞ്ഞു പറ്റിക്ക് എല്ലാവരും മിടുക്കന്മാരാ. നിനക്കെങ്കിലും വാക്കിന് വിലയുണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. അതുമില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. പൈസയെ കൊടുക്കാറെങ്കിലും അതെനിക്ക് മേടിക്കാൻ അറിയാം. നീ വെറുതെ എന്നെ കൂടെ അത് ചെയ്യിപ്പിക്കാണ്ടിരിക്കുന്ന നിനക്ക് നല്ലത്. രൂപ 1-2 തന്നേ, 40,000 രൂപയില്ലേ? എന്താ അതിനൊന്നും വിലയില്ലേ നിങ്ങൾക്ക്? ഞാനൊന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണത്. ഇനി ഒരു അവധി എന്നെ ഇത് പ്രതീക്ഷിക്കേണ്ട, കിട്ടൂല. ഞാൻ ഏതായത് കൊണ്ടേ പോവും എന്റെ പൈസ. അവൻ ചത്തുന്ന കരുതി എനിക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റോ? നീ തരണം. ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞത്? സത്യാണ് ചേച്ചി. മോളുടെ മാല പണയം വെച്ച് ചേച്ചിക്ക് തരാനുള്ള കാശ് തരാന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ഓട്ടോയിൽ കയറുമ്പോൾ വരെ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സ്വർണമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നതാ. അത് നഷ്ടപ്പെട്ടു പോയി ചേച്ചി. ആ കിടക്കണ്. ഏത് ഓട്ടോ? എവിടത്തെ ഓട്ടോ? അറിയില്ല ചേച്ചി. മോളെ, വേഷം കെട്ടിറക്കല്ലേ. ഇമ്മാതിരി കഥ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ബസ് സ്റ്റാൻഡിൽ നിന്നാ ഞാൻ കയറിയത്. ബാങ്കിന് മുന്നിൽ ഇറങ്ങും ചെയ്തു. തിരക്കിനിടയിൽ ഡ്രൈവർ ഞാൻ ശ്രദ്ധിച്ചില്ല. വണ്ടിയുടെ നമ്പറും എനിക്ക് ഓർമ്മയില്ല. ഒന്നന്വേഷിക്കോ? ചേച്ചിയുടെ കടം തീർക്കാനായിട്ട് എൻ്റെ മുന്നിൽ വേറൊരു മാർഗമില്ല. ആ നിമിഷം മറ്റൊന്നും ഓർത്തില്ല. കിട്ടിയ ഭാഗ്യത്തെ തിരിച്ചു കൊടുത്തുപോയി ഞാൻ. നല്ല നഷ്ടബോധമുണ്ട്. കുറച്ചുനാൾ വെറുതെ വീട്ടിലിരിക്കാമെന്നൊക്കെ കരുതിയതാണ്. ചിലതൊക്കെ കൈകളിൽ വന്നാലും നമ്മുടേതാകില്ലെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടായിരിക്കുമല്ലേ. എൻ്റെ സുജേ, കുടുംബശ്രീയുടെ അടവല്ലേ, അടയ്ക്കാം.